ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ 3 ഫേസ് DB നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് 3 ഫേസ് DB ആണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ 3 ഫേസ് DB വീടുകളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വാട്ട്സ് കാര്യങ്ങൾ 4000 വാട്ട്സിന് മുകളിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും 3 ഫേസ് DBയിലേക്ക് കൺവേർട്ട് ആക്കേണ്ടി വരും. അപ്പോൾ പിന്നീട് നമ്മൾ 2-3 AC നമ്മൾ വീടുകളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 3 ഫേസ് DBയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പുതിയ വീട് ഇപ്പോൾ വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 ഫേസ് DB വെക്കുക. 3 ഫേസ് DBയുടെ ഒരു 3 ഫേസ് മീറ്റർ ബോക്സും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ എടുക്കുന്നത് സിംഗിൾ ഫേസ് എടുത്താലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോൾ അതിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ കൺസീൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ DB കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ട്. കാരണം ഡോറ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് വിചാരി സിസ്റ്റോണി അങ്ങനെ ഫുള്ളായിട്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. തേപ്പ് കനം ഉണ്ട്, അതായത് തേപ്പ് പ്ലാസ്റ്റിങ്ങിന് വരുന്ന തേപ്പ് കനം ഉണ്ട്. അതിന് കഴിഞ്ഞ ശേഷം പിന്നീട് ഡോർ വരുന്നുണ്ടെങ്കിൽ അതും കൂടി ഫിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ DB നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ബാക്ക് സൈഡ് കാര്യങ്ങളെല്ലാം തന്നെ പരിക്കനിട്ട് ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന് മുന്നേ നമ്മുടെ DB കാര്യങ്ങളെല്ലാം ഉറപ്പിച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തേപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന് രണ്ടാമത് DB ഉറപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആദ്യമേ തന്നെ DB നമ്മൾ ഈ പറയുന്ന മെഷർമെൻറ്റിൽ കറക്റ്റായിട്ട് ഉറപ്പിച്ചാൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. ഇനി നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന പൈപ്പ് ലൈൻ കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം പോയിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പുകളാണ്. 1 ഇഞ്ച് പൈപ്പ് 25 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പൈപ്പ് എല്ലാം ISI പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഏരിയ കഴിയുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് പോയിൻറ്റ്, ഈ പൈപ്പുകൾ പോകുന്ന ഏരിയകളിൽ ലൈറ്റ് പോയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ ജംഗ്ഷൻ ബോക്സുകൾ PVCയുടെ ജംഗ്ഷൻ ബോക്സുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ട്യൂബ് ആണെങ്കിലും എന്തെങ്കിലും ഫാൻസ് ലൈറ്റ് ആണെങ്കിലും നമ്മൾ ഡ്രില്ല് ചെയ്ത് ഉറപ്പിക്കുന്ന സമയത്ത് പൈപ്പിൽ കയറേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ പൈപ്പിൽ നമ്മൾ ഡ്രില്ല് ചെയ്ത് കയറ്റും. അതിന് പകരമായിട്ട് നമ്മളവിടെ ജംഗ്ഷൻ ബോക്സുകൾ കൊടുക്കുകയാണെങ്കിൽ അത് PVCയുടെ ജംഗ്ഷൻ ബോക്സ് 4-4, 6-4 ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് അതിൻ്റെ ഷീറ്റ് കാര്യങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് അതിൽ ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് പൈപ്പിൽ ഒരിക്കലും തന്നെ ഡ്രില്ല് ചെയ്യാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് വയറ് വലിക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. ഇൻഡക്ഷൻ കറണ്ട്, അതായത് ഓവറായിട്ട് വയറ് ടൈറ്റ് ചെയ്ത് പൈപ്പിൽ ടൈറ്റ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഇൻഡക്ഷൻ കറണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ 4-4 PVC ബോക്സ്, 6-4 PVC ബോക്സ് ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ 3 ഫേസ് DB എങ്ങനെയാണ് വെക്കേണ്ടത്, അതിൻ്റെ പൈപ്പ് ലൈൻ എങ്ങനെയാണ്, സർക്യൂട്ടുകൾ എങ്ങനെയാണ്, റൂമുകളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.